3MS മൊബൈൽ ആപ്പിലേക്ക് സ്വാഗതം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. മുകളിൽ ഒരു ബാനർ കാണാം, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബാനർ. താഴെ അതേപോലെ തന്നെ സ്കോസിസ് എന്നുള്ളൊരു ഐക്കൺ കാണാം. ഇത് രണ്ടിലും ടച്ച് ചെയ്താൽ ഇവിടെ സ്ഥാപനത്തിലേക്ക് എൻ്റർ ആവുന്നതാണ്. ജസ്റ്റ് ആ ബാനറിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ്. നിങ്ങളുടെ കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ സ്ക്രീനിൽ ലഭ്യമാണ്. മുകളിൽ സ്കൂളിൽ നിന്ന് സ്ഥാപനത്തിന് വന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം. അതേപോലെ തന്നെ താഴെ വന്നാൽ ഓരോ പീരീഡുകളും P1, P2, P3 എഴുതിയത് ഓരോ പീരീഡുകളാണ്. ആ പീരീഡുകൾക്ക് താഴെ കാണാം ഓരോ പീരീഡിലും ഓരോ സബ്ജക്റ്റും, ആ സബ്ജക്റ്റ് ഏത് ടീച്ചറാണ് എടുക്കുന്നത്, അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ, വാട്സപ്പ് നമ്പർ എന്നീ കാണാം. അതേപോലെ തന്നെ താഴെ ആക്ടിവിറ്റി ഷീറ്റ് ഉണ്ടാവും. തന്നെ ക്ലാസ് ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളതാണ് അതിൻ്റെ താഴെയുള്ളത്. അത് ക്ലാസ് ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ലീവ് ലെറ്റർ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യാം. ക്രിയേറ്റ് ലീവ് റിക്വസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിക്വസ്റ്റ് മുകളിലുണ്ട്. സബ്ജക്റ്റ് കൊടുക്കുക, ഒരു മെസ്സേജ് നിങ്ങൾക്ക് എഴുതാം. അതെല്ലാം അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഫയൽ അറ്റാച്ച് ഉണ്ട് താഴെ. അത് അറ്റാച്ച് ചെയ്ത ശേഷം ടോപ്പ് റൈറ്റിൽ സെൻഡ് എന്നുള്ള ബട്ടൺ കാണാം. അത് സെൻഡ് ചെയ്താൽ ടീച്ചർക്ക് ലീവ് ലെറ്റർ റിക്വസ്റ്റ് സെൻഡ് ആകും. ശേഷം നിങ്ങൾക്ക് താഴെ ഈ ക്ലാസ്സിലെ സ്കൂളിലെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ ലിസ്റ്റാണ് ഉണ്ടാവുക, ക്ലബ്ബുകളുടെ. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉള്ള ആളുകൾക്ക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഡ്രൈവർ എന്നും ഫീസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡ്രൈവർ ലൈവായി കഴിഞ്ഞാൽ ഇവിടെ ബസ് ട്രാക്കിംഗ് ഉള്ള ഓപ്ഷനും പാരൻസിന് ലഭ്യമാണ്. അതിന് താഴെയുള്ള അക്കാഡമിക് ആൻഡ് അറ്റൻഡൻസ് എന്നുള്ള താഴെയുള്ള ഫോൾഡറുകൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ അറ്റൻഡൻസ് കാണാം. ഓരോ മാസം വൈസ് ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആണ്. അത് കഴിഞ്ഞ് നേരെ അക്കാഡമിക് സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ താഴെ കാണാം. പിന്നെ അടുത്തത് ഫീസാണ്. അടയ്ക്കാനുള്ള ഫീസ്, കോഴ്സ് ഫീസ്, ബസ്സിൻ്റെ ഫീസ്, എക്സാം ഫീസ്, അതർ ഫീസ്, ഇങ്ങനെ ഫീസുകളുടെയൊക്കെ എത്രയൊക്കെ അടയ്ക്കാറുണ്ട്, അതിൻ്റെ ടേം എങ്ങനെയാണെന്നൊക്കെയുള്ളത് കാണാം. അത് റെസീറ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസീറ്റും ഇവിടെ തന്നെ ഡീറ്റെയിൽ റെസീറ്റുകൾ അവൈലബിൾ ആകും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ടൈം ടേബിൾ ഇവിടെ ടൈം ടേബിൾ എന്നുള്ള സംഗതിയിൽ അത് കാണാം. പിന്നെ പഠിക്കുന്ന ക്ലാസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് അടുത്ത ഫോൾഡറുള്ളത്. ഏത് ബാച്ച്, അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ. ലീവ് റിക്വസ്റ്റ്, നേരത്തെ പോലെ ടീച്ചർക്ക് ലീവ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിക്വസ്റ്റ് അത് അപ്രൂവലായോ പെൻഡിങ് ആയോ എന്നുള്ളത് ഇവിടെ കാണാം. നോട്ട്സുകൾ, ക്ലാസ്സിൽ നിന്ന് ടീച്ചർ നോട്ട്സ്, അതേപോലെ തന്നെ ഹോംവർക്ക് എന്നിവ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡറുകളിൽ അത് ലഭ്യമാണ്. എക്സാം റിസൾട്ട്, ക്ലാസ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ എക്സാമുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ടീച്ചേഴ്സിന് പാരൻസിന് അവൈലബിൾ ആണ്. മെയിൻ എക്സാമിൻ്റെ നടന്നാൽ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകളും ഇതേപോലെ തന്നെ ഗ്രാഫ് സഹിതം പെർഫോമൻസ് അനാലിസിസ് അടക്കം പാരൻസിന് ലഭ്യമാകും. ക്ലാസ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഫോൾഡറിൽ അത് ഷോ ചെയ്യും. അതിനുശേഷം ആർട്സ് ആൻഡ് സ്പോർട്സ്, സ്ഥാപനത്തിൽ വല്ല ഈവൻറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അച്ചീവ്മെൻ്റ്, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ്, സ്ഥാപനത്തിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും കാണാനും സാധിക്കും. പിന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഫൈന് കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ സ്കൂൾ ഗാലറി, ആക്ടിവിറ്റി ഹിസ്റ്ററി എന്നിങ്ങനെയാണ് പേരൻസിനുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള തൻ്റെ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഇതിലൂടെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ലീവായിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ നോട്ടിഫിക്കേഷൻ, ക്ലാസ്സിൽ ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്ന സമയം തന്നെ നോട്ടിഫിക്കേഷൻ പാരൻസിന് ലഭിക്കുന്നതാണ്. ആബ്സെൻ്റ് ആണെങ്കിൽ ആ ഒരു സൗകര്യം കൂടിയും ഇതിൽ പ്രത്യേകമായിട്ടുണ്ട്. 3MS ആപ്പ് ഉപയോഗിക്കുന്ന പാരൻസിന് അഡീഷണലായിട്ട് എഡ്യൂക്കേഷൻ്റെ പുറമെ ഒരു കമ്മ്യൂണിറ്റി ആപ്പിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ആ കമ്മ്യൂണിറ്റി ആപ്പിൽ ഉപയോഗിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഒരു ക്യാഷ് ബുക്ക് എന്നുള്ളതാണ്. താഴെ കാണാൻ 4 ബട്ടൺ, അതിൽ ക്യാഷ് ബുക്ക് ഉണ്ട്. ഈ ക്യാഷ് ബുക്കിൽ നിങ്ങളുടെ വരവ് ചിലവ് കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫോൾഡർ ചെയ്താൽ എക്സ്പെൻസിലേക്ക് മാറ്റാം, ഇൻകത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇൻകത്തിലാകുമ്പോൾ ആഡ് ന്യൂ ഇൻകം, നിങ്ങൾക്ക് പുതിയ വരവ് ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതി വെക്കാം. അത് കാറ്റഗറൈസ് ചെയ്യാം. പുതിയ കാറ്റഗറി വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു സബ് കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിന് ഡിസ്ക്രിപ്ഷനും ഇമേജുകളോ ബില്ലുകളോ കാര്യങ്ങളോ അത് ചെയ്യാം. അത് ഇൻകമായിട്ട് ഇവിടെ കാണും.
അതോടെ തന്നെ എക്സ്പെൻസും സെയിം സീക്വൻസിലാണ്. എക്സ്പെൻസുകൾ എടുക്കുക, ആഡ് ന്യൂ എക്സ്പെൻസ് അടിക്കുക, ഒരു എമൗണ്ട് അടിക്കുക, അതിൽ എൻ്റർ ചെയ്യുക. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ ഈ ഫ്രെയിമിൽ തന്നെ മുകളിൽ ഈ റൗണ്ടിൽ കാണാം. അതിലൊന്ന് ടച്ച് ചെയ്താൽ മൊത്തം റിപ്പോർട്ടുകൾ അത് കാറ്റഗറൈസ് ചെയ്യാനും മന്ത്ലി, മർച്ചൻ്റ്, ഓൾ, അതേപോലെ തന്നെ ഓൾ ഏത് വർഷത്തേതാണ്, ഏത് കസ്റ്റം ഡേറ്റ് ചെയ്യാനുമൊക്കെ ഉള്ള സൗകര്യം ഇതിലുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് PDF ആയിട്ടും എക്സലായിട്ടും ഇതിൽ ലഭ്യമാകുന്നതാണ്. പിന്നെ ഇതിലുള്ള ഒരു സൗകര്യം പിന്നെ യൂട്ടിലിറ്റീസ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ സേവനങ്ങളും നിങ്ങളുടെ ഒരു 10 ലൈവ് ലൊക്കേഷൻ അനുസരിച്ചാണ് ഇത് വരിക. ഏത് ലൊക്കേഷൻ ഒരു ഓട്ടോറിക്ഷ വേണമെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഫോൾഡറുകളിൽ ഹോസ്പിറ്റലുകൾ അതൊക്കെ ഇവിടെ നിന്ന് തന്നെ കോൾ ചെയ്യാനും അവരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സർവീസുകൾ ഇതിൽ ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് മൈ സർവീസ് എന്ന പോർട്ടലിലേക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ക്രിയേറ്റ് ന്യൂ എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ കൊടുത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈമൊക്കെ കൊടുത്ത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് നൽകിയാൽ ഇവിടെ നിങ്ങളുടെ സർവീസിനെ കുറിച്ചും അതിൻ്റെ കീവേഡുകളൊക്കെ കൊടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്താൽ ഇതേപോലെ ആളുകൾക്ക് സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കാണാനും നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. ഇതൊരു ഫ്രീ സർവീസാണ്, ഒരു കമ്മ്യൂണിറ്റി സർവീസാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഹോം ബട്ടണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു സൗകര്യമുള്ളത് ടോപ്പിൽ 3 ലൈനിൽ കാണാം. ആ ലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇവിടെ ഒരു ഡയറി ഉണ്ട്. നിങ്ങൾക്കൊരു ഡിജിറ്റൽ ഡയറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ഡയറി എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ടൈമും റിമൈൻഡറും ഒരു ടൈറ്റിലും വോയിസ് നോട്ടുകളും ടെക്സ്റ്റ് നോട്ടുകളൊക്കെ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റിമൈൻഡർ ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അത് റിമൈൻഡർ സൗകര്യമുണ്ട്. അങ്ങനെ 3-4 കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പാരൻസിന് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് 3MS സ്കോസിസ് അതായത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഘു വിവരണം.